കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അത് ശരി, എനിക്ക് വഴിതെറ്റിയെന്ന് നീ തന്നെ പറയണം. എടി, ഞാൻ നേരായ മാർഗത്തിലാ സഞ്ചരിച്ചത്. നിന്നെ മോളെ നേരാമണ്ണം നോക്കിയത്. സമയത്തിനും കാലത്തിനും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എന്റെ മക്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലായ നമ്മുടെ മോളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. ഇല്ലെന്നൊന്നും നിനക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ വഴിതെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞതോ? വഴി തെറ്റിയതല്ലടി സുകന്യെ, തെറ്റിച്ചതാ. ഒരുത്തി വെളിച്ചപ്പാടായിട്ട് മുന്നിൽ നിന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നു. അത് കണ്ടും കേട്ടും മടുത്തപ്പോഴാ എനിക്ക് വഴി മാറി സഞ്ചരിക്കണമെന്ന് തോന്നിയത്. അതിന് ദൈവങ്ങൾ പോലും സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. ഇതൊക്കെ മക്കളോട് പോയി പറഞ്ഞൂടെ? അല്ല, അവര് കാത്തു നിൽക്കൂന്നല്ലേ പറഞ്ഞേ? പെട്ടെന്ന് പോയിട്ട് വരൂ. എനിക്ക് അവന്മാരുടെ മുമ്പിൽ പോകാൻ പേടിയൊന്നുമില്ല സുകന്യെ. ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്നാ പിന്നെ പെട്ടെന്ന് ചെല്ലാനാ പറഞ്ഞ്. എന്താ പോകാത്തെ? അവന്മാര് എന്ത് ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്? അത് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റൂ. ഞാൻ എന്തായാലും സത്യം ഒന്നും പറയത്തില്ല. എന്നെ കൊണ്ട് നടന്നെല്ലാം തുറന്നു പറയിപ്പിക്കാവുന്ന അവന്മാര് കരുതണ്ട. ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് പോകാം അല്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കിപ്പോഴാ തോന്നിയത്. അതെ, സൂക്ഷിച്ചു പോണേ. ഈ ആദിയില് എതിരെ വരുന്ന വാഹനങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കല്ലേ. അതൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോ ഹെൽമെറ്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. എടാ, ഹെൽമെറ്റ് വെച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യണമെന്നാ നിയമം. ഓ, നിയമം തെറ്റിക്കുന്നൊന്നും അപ്പൊ ഇഷ്ടമല്ല അല്ലേ? എടാ, ഞാൻ അങ്ങനെ നിയമം തെറ്റിച്ച് ജീവിച്ചിട്ടില്ല. അത് മാത്രം ഇനി പറയരുത്. അതുപോലെ നേരത്തെ സംസാരിച്ചതുപോലെ സംസാരിക്കാനും ശ്രമിക്കരുത്. മര്യാദയ്ക്ക് അച്ഛൻ സത്യം പറഞ്ഞു. അതച്ഛന്റെ രണ്ടാം ഭാര്യ മകളുമല്ലേ? എടാ, അങ്ങനെ പറയുന്ന നിനക്കൊക്കെ ഇഷ്ടമെങ്കിലേ ഞാനതങ്ങ് സമ്മതിച്ചു തന്നേക്കാം. എടാ, അത് എന്റെ സുഹൃത്തിന്റെ ഭാര്യ മകളുവാ. എനിക്ക് പോകാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ട് ഞാൻ ഗുരുവായൂരിന്ന് വന്നപ്പം അവിടെ കയറി താമസിച്ചതാ. ഗുരുവായൂരിന്ന് ഇവിടെ വരാനേ എത്ര സമയം വേണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി അത്തരം കാര്യമൊന്നും പറയണ്ട. ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാ പോയേ നീ നിന്റെ അമ്മയോട് പറ, എനിക്ക് രണ്ടാം ഭാര്യയെ ഒരു മോളും ഉണ്ടെന്ന്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മയെ വിട്ട് അച്ചാച്ചന്റെ പാട്ട് പോയില്ലേ? അല്ല, ഗുരുവായൂരിന്ന് വരുമ്പോ കേറി കിടക്കാൻ ഇടമില്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇവനോട് പറഞ്ഞെങ്കിൽ റൂം എടുത്ത് തരുമായിരുന്നല്ലോ. എന്തിനാ റൂം എടുക്കുന്നേ? ദീപയെ രചനയും കൂടി താമസിക്കുമല്ലേ, അവിടെ പോയി താമസിച്ചിടായിരുന്നോ? അങ്ങനെ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഞാൻ പോയി താമസിക്കത്തില്ല. എന്താ? അപ്പൊ പിന്നെ ഹരിതയും അവളുടെ അമ്മയും പെണ്ണുങ്ങളൊന്നും അല്ലേ? അവരെനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഇവിടെ മരുമകൾക്കൊപ്പം താമസിക്കുന്നതേ അന്യായ ഒരു പെൺകുട്ടിയാ. അവളാണ് ഒരു സമയത്ത് ദീപമോളെ കരയിപ്പിച്ചോളുവാ. അങ്ങനെയുള്ള അവളെ ദീപയ്ക്ക് ഇപ്പൊ ജീവനാ. പിന്നെ അച്ഛനെന്താ പ്രശ്നം? അല്ല, ഇതൊക്കെ ചോദിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. എന്താ സംഭവിച്ചെന്ന് അച്ഛൻ പറയണം. എത്ര കാലേ ഈ ബന്ധം തുടങ്ങിയിട്ട്? ഹരിതയ്ക്ക് ഒരു അച്ഛനുണ്ടെന്നറിയാം. അത് ഞങ്ങളുടെ അച്ഛനാണോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതോ ഹരിതയ്ക്ക് ജനിച്ച ശേഷം ഇടയ്ക്കുണ്ടായ ബന്ധമാണോ? ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇവിടെ തോറ്റിരിക്കുന്നതേ അച്ഛനല്ല, ഞങ്ങള് മക്കളാ. അതെ, അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ. ഞങ്ങൾ തെറ്റ് ചെയ്താലും അച്ഛൻ തെറ്റ് ചെയ്യില്ല എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ലോകത്ത് ആരും ചെയ്യാത്ത തെറ്റാ അച്ഛനിപ്പോ ചെയ്തിരിക്കുന്നത്. അമ്മയിട്ട് ശ്വാസം മുട്ടിച്ചപ്പോ അമ്മയോട് ചെയ്ത പ്രതികാരമായിരിക്കും അല്ലേ രണ്ടാം കല്യാണം, അല്ലേ? എടാ, നീയൊക്കെ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക്. രണ്ടാം കല്യാണം പോലും. എടാ, ഒരു കല്യാണം കഴിച്ചിട്ട് ജീവിക്കാൻ വയ്യാതെ നടക്കുമായിരുന്നു. അതിന്റെ കൂടെ വേറൊരുത്തെ കൂടെ കെട്ടുന്നത്. എടാ, അവർക്ക് ആശ്രയിക്കാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവരോടൊപ്പം തങ്ങിയതാ.
ഈ പറഞ്ഞതിൽ മാറ്റമില്ല. ആ ദേ, ഇനി എപ്പോ ചോദിച്ചാലും അത് തന്നെ ഞാൻ പറയൂ. ആഹാ, അപ്പൊ ശരി. വന്ന സ്ഥിതിക്ക് അപ്പുറത്തൊരു ചായ കുടിച്ചിട്ട് പോയാ പോരെ? ആ എടാ, ചായ കുടിക്കാനിരിക്കുമ്പോഴും നിങ്ങൾ രണ്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഒരു കാര്യം തന്നെ ഒരുപാട് തവണ കേട്ടാലേ ആർക്കായാലും ബോറടിക്കും. ആ അപ്പൊ ശരി. അച്ഛാ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. എനിക്കൊന്നും കേക്കണ്ട. തെറ്റ് സമ്മതിക്കുന്നില്ലല്ലോടാ ജയ. സമ്മതിക്കണ്ട. ഇനി അച്ഛനാ വീടുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ മറ്റൊരു മാർഗമുണ്ട്. ഇത്രയും നാളെ കള്ളത്തരം ചെയ്തിട്ട് അച്ഛനത് മറച്ചു പിടിച്ചോണ്ട് നടന്നാണെങ്കിൽ ഒരു കാരണവശാലും അച്ഛൻ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ പോകുന്നില്ല. എന്നാ മറ്റൊരാൾ പറയേണ്ടത് പറഞ്ഞിരിക്കും. അല്ല, അച്ഛൻ എപ്പോഴും തറപ്പിച്ച് പറയുമ്പോ അതൊക്കെ ശരിയാണെങ്കിലോ? ഒരിക്കലും ശരിയല്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛൻ നമ്മളെ പൊട്ടന്മാരാക്കുന്നുണ്ട്. ഇനി അതങ്ങനെ വിട്ടാ പറ്റില്ല. അച്ഛനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. എന്റെ അച്ഛനെ അല്ല, നമ്മുടെ അച്ഛനെ. സുകന്യ എന്ന രണ്ടാം ഭാര്യ കൂടി എന്റെ അച്ഛനുണ്ട്. ആ സുകന്യയിൽ എന്റെ അച്ഛന് ജനിച്ച മകളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്കും ഹരിയേട്ടനും ഏതാണ്ട് 6-8 വയസ്സുള്ളപ്പോൾ മുതൽ അച്ഛൻ തീർത്ഥയാത്ര പോകുന്നുണ്ട്. ആ യാത്ര ചെന്ന് അവസാനിച്ചത് അമ്പലങ്ങളിലേക്കല്ല, ഹരിതയുടെ വീട്ടിലാ. ബാക്കി നിങ്ങളൊക്കെ പറഞ്ഞത് കെട്ടുകഥകളായിരുന്നു. ഈ കേട്ടതൊക്കെ അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി മകൾക്കെന്താ സമ്മതിക്കാൻ പ്രയാസം? അച്ഛനെല്ലാം പറഞ്ഞു. ആ പറഞ്ഞു. എന്താ ഇനി അതിനപ്പുറം എന്തെങ്കിലും മോൾക്ക് പറയാനുണ്ടോ? അതോ കേട്ടതൊക്കെ കള്ളാണെന്ന് സമർത്ഥിക്കാനാണോ താൻ നോക്കുന്നേ? അല്ല, കേട്ടതൊക്കെ സത്യം തന്നെ. അച്ഛൻ ഇപ്പോഴും ഒന്നും സമ്മതിച്ചില്ല. ഒരുപാട് ചോദ്യം ചെയ്തു. ഞാനും ഹരിയേട്ടും മാറിയും തിരിഞ്ഞും ചോദിച്ചു. എന്നിട്ട് കുടുംബ സുഹൃത്തിന്റെ മകളാണ്, കുടുംബ സുഹൃത്തിന്റെ ഭാര്യയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സത്യം അറിയാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. ഇപ്പൊ മകള് തന്നെ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ ഹരിതയുടെ അച്ഛൻ കൂടിയാണെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞതാ കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഇതുകൊണ്ടാണല്ലേ ഹരിതയെ പേടിക്കണ്ടെന്ന് എന്റെ അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ചാരു അമ്മയെ ആലോചിച്ചത് എന്റെ സ്വന്തം പെങ്ങളെ തന്നെയാ. അവിടെ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് അച്ഛൻ അറിയാം, തനിക്കും അറിയാം. എന്നിട്ട് ഈ നാടകത്തിന്റെ പൊരുളറിയാതെ മുന്നോട്ട് പോയത് ഞാനും ഹരിയേട്ടനും ഒക്കെ. ഞാൻ ഇന്ന് തന്നെ റിസൈൻ ചെയ്തോളാം. ചെയ്തേ പറ്റൂ. ഇന്നേതായാലും വേണ്ട, നാളെ റെസിഗ്നേഷൻ ലെറ്റർ തരണം. അതിലെനിക്ക് വിഷമില്ല സർ. എന്നെ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ അച്ഛനെ ഒരിക്കലും വിമർശിക്കരുത്. അച്ഛൻ അല്ലേ? എന്തായാലും ഇങ്ങനൊരു മുഖം അച്ഛനുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അച്ഛൻ മനഃപൂർവ്വം എന്റെ അമ്മയെ കല്യാണം കഴിച്ചതല്ല, അത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാ. ഭാര്യയും മക്കളുള്ള ഒരാള് അവരുടെ മുഖം മറന്നിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചിക സംഭവമാണോ? ഞാൻ പൊയ്ക്കോട്ടെ. നാളെ റെസിഗ്നേഷൻ ലെറ്റർ തരണമെന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വരെയുള്ള എല്ലാ ജോലിയും തീർക്കണം. ശരി സർ. 10ാം ഉദയത്തിന്റെ അന്ന് നമ്മുടെ കല്യാണം നടത്താൻ ഇരിക്കുവാണ് എന്റെ അമ്മ. ഇനിയിപ്പോ ഞാൻ എന്റെ അമ്മയോട് എന്താണ് പറയേണ്ടത്? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചടങ്ങ് നടക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷെ 10ാം ഉദയം വരെ എങ്ങനെ കാര്യങ്ങൾ തള്ളി നീക്കിക്കൊണ്ടു പോകും?
അതെനിക്കൊന്ന് പറഞ്ഞാ. ഞാൻ പറയാം, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ഞാൻ ജോലി വേണ്ടാന്ന് വെക്കുകയാണെന്ന്. അങ്ങനെ പറയാന്നല്ലേ? അപ്പൊ നാളെ മുതൽ എനിക്ക് വേറെ പെണ്ണ് ആലോചിക്കും. അവിടെ ഈ നാടകം കളിയൊന്നും നടക്കില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത് സർ? എന്താ വേണ്ടത് ഞാനാണോ പറഞ്ഞു തരേണ്ടത്? ഇതുപോലൊരു നാണംകെട്ട കളി കളിച്ച മകളും അച്ഛനും അമ്മയും കൂടി ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം. ഞാനങ്ങോട്ട് വന്നോളാം തന്റെ വീട്ടിലേക്ക്. ഇനിയിപ്പോ അധിക നേരമൊന്നും അവന്മാരോട് കള്ളം പറഞ്ഞ് ജയിക്കാൻ പറ്റത്തില്ല. എന്നെ അവർ സംശയിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസമായിട്ട് അവന്മാരുടെ പിന്നാലെ ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നത്. അല്ലാതെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാ പിന്നെ സത്യം പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ വെറുതെ ഗുരുവായൂരാണെന്നൊക്കെ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ആരെങ്കിലും അറിഞ്ഞായിരുന്നു? മോളെത്തി. ഇനിയിപ്പോ എന്തൊക്കെ നടന്നോ എന്തോ. എന്താ മോളെ? പിടിച്ചു. എല്ലാ ജയേട്ടനും ഹരിയേട്ടനും അറിഞ്ഞു. അറിഞ്ഞിട്ട് അവരിവിടെ വന്നായിരുന്നല്ലോ. എങ്കിലും ഞാൻ സമ്മതിച്ചില്ല മോളുടെ അച്ഛനാണെന്ന്. കുടുംബ സുഹൃത്തിന്റെ വീട്ടിൽ വരെ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് ഉറച്ചു നിന്നു. എനിക്കങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല. മോളെല്ലാം സമ്മതിച്ചോ? സമ്മതിക്കേണ്ടി വന്നു. എന്തു പണിയാ മോളെ നീ കാണിച്ചത്? ഞാൻ പിന്നെ എന്തു വേണം? അച്ഛനെല്ലാം പറഞ്ഞെന്നാ ചേട്ടൻ എന്നോട് പറഞ്ഞത്. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അബദ്ധമായി പോയല്ലോ മോളെ നീ കാണിച്ചത്. മോൾ എന്റെ മോളാണെന്ന് പറഞ്ഞോ? അച്ഛനെ ഒരുപാട് ചോദ്യം ചെയ്തു. ആ സമയത്തൊക്കെ ഞാൻ രണ്ടാം ഭാര്യയാണെന്നോ മോള് ഗംഗേട്ടന്റെ മോളാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവന്മാരപ്പോ പൊളിച്ചടുക്കി അല്ലേ? എല്ലാം അറിഞ്ഞ ശേഷം മോളിനി ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി ഞാൻ പോകുന്നില്ല അമ്മേ. പിരിച്ചു വിടുന്നതിന് മുൻപ് സ്വയം അങ്ങ് ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത്. ഇനിയിപ്പോ ജയേട്ടന്റെ അമ്മ വരുമ്പോ ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറയാം. ഒന്നും പറയാൻ നിൽക്കണ്ട. നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങ് പോവാം. ഞാൻ കാരണം മോക്ക് നഷ്ടമുണ്ടായി അല്ലേ? സാരമില്ല അച്ഛാ. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ മൂടി വെച്ചോണ്ട് നടക്കുന്ന. ഇപ്പൊ ഏതായാലും അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് ആൺമക്കളും സംഭവം അറിഞ്ഞല്ലോ. ഇനി അവരെ മറിഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്കറിയില്ലായിരുന്നു. അവർക്കായിരുന്നു എന്നെ കൂടുതൽ വിശ്വാസം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഇനിയിപ്പോ അവന്മാരെന്നെ കാണാൻ പോലും വരുമോന്നാ എനിക്ക് സംശയം. മോളോട് നന്നായിട്ട് ചൂടായോ എന്ന് ചോദിച്ചാ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച്. മുഖത്ത് ചിരിയൊന്നും ഇല്ലായിരുന്നു. അവസാനം ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ നാളെ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അതിനി എന്തിനാണെന്നൊന്നും അറിയില്ല. എന്നെയും കുട്ടി വരണമെന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? അങ്ങനൊന്നും പറഞ്ഞില്ല. ഇനി പോകാൻ നിൽക്കണോ മോളെ? വേണ്ടെന്നാ എന്റെ അഭിപ്രായം. പിന്നെ ജോലി റിസൈൻ ചെയ്യാതെ നമ്മൾ പോയാ അത് വേണമെങ്കിൽ ചേട്ടന് കേസാക്കാം. എന്നാ പിന്നെ മോക്ക് നാളെ ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിലേ നീയുടെ ചെല്ലു സുകന്യ. അത് കൊള്ളാലോ. ഞാനാണ് പോണ്ടത്. എന്തായാലും എല്ലാ കാര്യങ്ങളും അവര് രണ്ടാളും അറിഞ്ഞല്ലോ. പിന്നെ ഗംഗേട്ടന് പോയിക്കൂടെ? ഇനി എനിക്ക് അവന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റില്ല സുകന്യെ. ഓ, പിന്നെ എനിക്കാണ് നിൽക്കാൻ പറ്റുന്നത്. രണ്ടാളും തമ്മിൽ തർക്കിക്കണ്ട. നമുക്ക് നാളെ രാവിലെ പോവാം. ചേട്ടന്റെ ഷോറൂമിലേക്കല്ല, നമ്മുടെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാ അങ്ങ് സംഭവിച്ചോട്ടെ. മോള് വേഷം മാറുക, ഞാൻ ചായ എടുക്കാം. എനിക്ക് ചായ ഒന്നും വേണ്ട. തല മരവിച്ച ഞാൻ വന്ന. ഞാൻ രണ്ടാൾക്കും ഭാരമായി അല്ലേ?
അങ്ങനെയൊന്നും ഇവിടെ ആരും കരുതിയിട്ടില്ല. ഗംഗേട്ടൻ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഹലോ, എന്തൊക്കെയുണ്ട് സദാനന്ദൻ മുതലാളി വിശേഷങ്ങൾ? മോന്റെ കല്യാണമൊക്കെ എവിടം വരെയായി? അതൊന്നും എന്റെ തീരുമാനമല്ല. എനിക്ക് ആ കല്യാണത്തോട് താല്പര്യമില്ല. മുതലാളിക്ക് വൻ തോക്കുകളുടെ മക്കള് മരുമക്കളായിട്ട് വരണമെന്നായിരിക്കും ആഗ്രഹം. എന്നാൽ ഒരു ജയിൽ പുള്ളിക്ക് മറ്റൊരു ജയിൽ പുള്ളിയുടെ മകളല്ലേ നല്ലത്. എന്ന് മാത്രമല്ല, സദാനന്ദനും അവിടെയൊക്കെ കിടന്നിട്ടുണ്ടല്ലോ വളരെ കാലം മുമ്പ്. അതിനുശേഷമല്ലേ ഈ മുതലാളി എന്ന പട്ടം കിട്ടിയത്. ആ കാലമൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങി കഴിയുക. എത്ര നാളത്തേക്ക്? ഈ കല്യാണം തന്നെ എന്തുകൊണ്ടാണ് താനും തന്റെ മകനും നടത്തുന്നതെന്ന് എനിക്കറിയാം. നിന്റെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ എന്നെക്കാളും വലിയൊരു ശത്രുവുണ്ട്. നീയൊക്കെ കൂടി സസ്പെൻഷനിലാക്കിയ ആ വില്ലേജ് ഓഫീസർ. പിന്നെ അവരുടെ മക്കള് കല്യാണം കഴിഞ്ഞ ശേഷം ആ കുടുംബം താറുമാറാക്കാനാണ് നിന്റെയൊക്കെ ഉദ്ദേശം. ഇപ്പൊ ജയലാലും ദീപിയും നന്നായിട്ട് കഴിയുകയാണ്. എന്നിട്ടും ആ കുടുംബത്തോടുള്ള വാശി വൈരാഗ്യമൊന്നും കുറയുന്നില്ല അല്ലേ? ഞാനും എന്റെ മോനും ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി മക്കളെയൊക്കെ കണ്ടിട്ട് ദിവസങ്ങളായി. ഞങ്ങളിപ്പോ ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ല. അവർക്ക് കിട്ടേണ്ട തകർച്ചയൊക്കെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാ ഞങ്ങൾ ഇനി അവരെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നേ? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ള ചോദ്യം. നീയും നിന്റെ മോനും അവിടെ പോയിരുന്നോ? ആ നയന ക്ലിനിക്കിൽ എന്താ പോയില്ലേ? ഇടയ്ക്ക് ബോഡി ചെക്കപ്പിനായി പോയിരുന്നു. എന്നിട്ട് പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്തോ? അത് മാത്രമല്ല, നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഹൃദയം കൂടാതെ കരളും കുടലും കിഡ്നിയൊക്കെ ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് ക്ഷതം തട്ടിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം അമ്മയോട് തന്നെ നന്ദികേട് കാണിച്ചവനാ ഡോക്ടർ ദിലീപ്. അവനെപ്പോലെ ഒരുത്തിന്റെ അരികെ വേണമെങ്കിൽ കുറച്ചു ദിവസം ചെന്ന് കിടക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കിത്തരാം. അപ്പനും മോനും. ആരൊക്കെയാണോ ഭാഗ്യലക്ഷ്മി എന്ന ആ പാവ അമ്മയുടെയും അവരുടെ പെൺമക്കളുടെയും ശത്രുക്കള്, അവരെ എല്ലാം തെരഞ്ഞു പിടിക്കുക അച്ഛനും മോനും. ഇതിനെല്ലാത്തിനും വേറൊരുത്തിനും കൂടെ കൂട്ടുണ്ട്. ഒരു വക്കീല്. ഭാര്യയും മക്കളും തകർന്നു കാണാൻ കാത്തിരിക്കുന്ന ഒരു വക്കീല്. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എനിക്കിപ്പോ അമ്മയെ പോലെ അവര്. നിന്നെയും നിന്റെ മോനെയും പോലുള്ള ഒരു കൂട്ടം അക്രമി സംഘം ഒരിക്കൽ എന്റെ കൺമുന്നിലിട്ട് വെട്ടിക്കൊന്നതാ എന്റെ അച്ഛനും അമ്മയും. അന്ന് തൊട്ട് പാവപ്പെട്ടവരെ ജീവിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിക്കുന്ന ഏതവനെ കണ്ടാലും ഞാൻ വെറുതെ വിടാറില്ല. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി നിയമം നടപ്പാക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും ഞാനും എന്റെ കൂട്ടുകാരുമാ. അതുകൊണ്ട് പല്ലുകൊഴിയാറായ നീയും നിന്റെ മോനും മര്യാദയ്ക്ക് ആ കുടുംബത്തിന് മേലുള്ള നോട്ടം മാറ്റിയില്ലെങ്കിൽ നിനക്കും നിന്റെ മോനും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. നിന്നെയൊന്നും അതിന് സമ്മതിക്കത്തില്ല. അവനോട് പറഞ്ഞേക്ക്, ആ കാർത്തിയോട്, കഴുത്തിറക്കാൻ ഒരുത്തൻ പിന്നാലെ ഉണ്ടെന്ന്. അതുകൊണ്ട് അവന്റെ പ്രതികാരമൊക്കെ ഒന്ന് കുറയ്ക്കാൻ. അമ്മ ഇപ്പൊ എങ്ങോട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ ഏട്ടന് മാറി നിൽക്കേണ്ടി വരും. ആയിക്കോട്ടെ, നീ വാ. എവിടെ അമ്മയും മോളും? രണ്ടാം ഭാര്യയും മോളും എവിടെയെന്ന്
കുടുംബ സുഹൃത്താണ്, അവർക്ക് ആൺതുണയില്ലാത്തത് കൊണ്ട് വന്ന് നിന്നതാണ്. എന്തൊക്കെയാ പറഞ്ഞത്? സ്വന്തം മോള് തന്നെ സത്യം പറഞ്ഞു, അവളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണെന്ന്. ഒരു തെറ്റ് പറ്റിപ്പോയി. ആ വാ വാ വാ, മൂന്നാളെ ഒന്നിച്ച് വിസ്തരിക്കാനാ വന്നത്. അച്ഛൻ പറഞ്ഞത് പറ. എടാ, എന്നെ നമ്മുടെ വീട്ടിലിട്ട് ചവിട്ടി തൂത്തപ്പോ വളരെ യാദർച്ഛികമായിട്ടാ പനച്ചിക്കാട്ട് അമ്പലത്തിൽ വെച്ച് ഞാൻ സുകന്യയെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. ആരോരും ഇല്ലാത്തവളായിരുന്നു സുകന്യ. അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. പിന്നെ അവിടെ പോയപ്പോഴൊക്കെ 2-3 തവണ കണ്ടു. അങ്ങനെയാ ഒരു അടുപ്പമൊക്കെ തുടങ്ങിയത്. അത് പിന്നെ വിവാഹത്തിൽ കലാശിച്ചു അല്ലേ? അച്ഛനെ ഒന്നും പറയരുത്. നാളെ ഞങ്ങള് ഇവിടുന്ന് പോവാനിരിക്കുക. പിന്നെ ഒരു ശല്യത്തിന് വരില്ല. അതെങ്ങനെ ശരിയാവും? അങ്ങനെ ബന്ധങ്ങൾ അറുത്തു മാറ്റിയിട്ട് നിങ്ങൾക്കങ്ങ് പോവാൻ പറ്റുമോ?